ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാർക്കും RSSൻ്റെ തലവനായ എന്നുള്ള രീതിയിൽ അത് രാജ്യത്തിൻ്റെ നല്ലൊരു തലവൻ എന്ന് പറഞ്ഞ് നമ്മൾ മോദിയെ വാഴ്ത്തുകയാണ്. പക്ഷെ അതിൻ്റെ ബാക്കിൽ പുറകിൽ നമുക്ക് കിട്ടുന്ന അടി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരാൾ പോലും ചിന്തിക്കുന്നില്ല. 2014 മോദി ഭരണത്തിൽ വന്നപ്പോൾ രൂപയുടെ മൂല്യം 62 രൂപ, ഒരു ഡോളറിന് 62 രൂപയായിരുന്നു. ഇപ്പം 2026 91 രൂപയായിരിക്കുന്നുണ്ട്. 91 രൂപ. രൂപയുടെ മൂല്യം എത്ര രൂപ ഇടിഞ്ഞ് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. പെട്രോളിൻ്റെ വില ഡോളറിന്, അതായത് ബാരലിന് $21 വന്നിട്ട് പോലും, ഒരു ബാരലിന് പെട്രോളിയം ഉൽപ്പന്നത്തിന് $21 വന്നിട്ട് പോലും റേറ്റ് കുറച്ചില്ല. കൂട്ടണല്ലാതെ കുറച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു പാർട്ടിയും വലുതായിട്ട് കാണിക്കുന്നില്ല. കോൺഗ്രസ് ഭരണത്തിൽ ഗ്യാസിനും എല്ലാത്തിനും വില കുറച്ച് വച്ചിരിക്കുന്ന സമയത്ത് 2014 റേറ്റ് കുറവായിരുന്നു. ഇവർ ഗ്യാസ് കുറ്റിയൊക്കെ ആയിട്ട് വന്ന് വലിയ ഇത് കാണിച്ച് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെന്നുള്ള രീതിയിൽ വർഗീയത തിരിച്ച് ഇവർ ഭരണത്തിൽ വന്ന് ഇതെല്ലാം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഗ്യാസിൻ്റെ വില എത്ര രൂപയാണെന്ന് നോക്കിക്കൊള്ളുക. ഇന്ത്യയിൽ മൊത്തത്തിൽ അടിസ്ഥാന ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന് സെസ് പെട്രോളിന് വില കൂട്ടി ക്ലിയർ ചെയ്ത് എന്തെങ്കിലും നടന്നോ? എവിടെയെങ്കിലും നടന്നോ? ഒരു സംസ്ഥാനത്ത് പ്രത്യേക പരിഗണന കൊടുത്ത് അവരെ വളർത്തുന്നതല്ലാതെ ഓരോരോ സംസ്ഥാനത്തെ വേർതിരിച്ച് കാണുകയും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വേർതിരിച്ച് കാണുകയും ഇന്ത്യയെ തന്നെ പുറകിലോട്ട് അടിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് മോദി. ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ടും വോട്ട് ചോദിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് വന്നിട്ട് പറയുകയാണ് നമ്മൾ ഭരണം, നമ്മൾ വന്നാലേ മുന്നേറാൻ പറ്റുള്ളൂ. ഇതിൽ പുറകിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, നമ്മൾ വിചാരിക്കും ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ കട്ടുമുടിപ്പിച്ചതെന്ന്. എന്നല്ല. 2014 ശേഷം അദാനിക്ക് കൊടുത്തിരിക്കുന്ന ഭൂമി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് 15,000 ഹെക്ടർ ഭൂമിയാണ്. 15,000 ഏക്കർ. ചിന്തിച്ചോ, 15,000 ഏക്കർ ഭൂമി വാടകയ്ക്ക് കൊടുത്തിരിക്കുക. 1 രൂപയ്ക്ക് എവിടെയെങ്കിലും നടക്കുമോ? ഏതൊക്കെ രാജ്യത്ത് അദ്ദേഹം പോകുന്നു അവിടെ എല്ലാം അദാനിക്ക് പ്രോജക്റ്റുകൾ ഉണ്ടാവുകയാണ്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുക. പിന്നെ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാം.